എന്താന്നടാ ഇത്? ഇത് വായിക്കും. എന്നെ ഒന്ന് രക്ഷിക്കണം ലക്ഷ്മി. കേട്ടില്ലേ? ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകും പുതിയ പ്രമോല് നമ്മുടെ ലച്ചുവിന് എന്തോ പ്രശ്നം. അതേ കൂട്ടുകാരെ, നമ്മുടെ ലച്ചുവിൻ്റെ ഒരു കുറിപ്പ് നമ്മുടെ കേശുവിൻ്റെ കൈ കിട്ടിയിട്ട് കേശു അത് ശിവാനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശിവാനി അത് വായിക്കുന്നുണ്ടേ. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം പ്ലീസ് എന്ന് സ്വന്തം ലക്ഷ്മി എന്നും പറഞ്ഞൊരു കുറിപ്പാട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശിവാനി വായിക്കുന്നത് നമ്മുടെ ലച്ചു എങ്ങനെയൊക്കെയോ കേൾക്കുന്നുണ്ട്. അപ്പോൾ ലച്ചു ആകപ്പാടി പരിഭ്രമിച്ച് നിൽക്കും. അയ്യോ, അത് ശിവാനിയുടെ കൈ കിട്ടിയോ, ഇനി എന്തായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ലച്ചു ഇതിന് ശേഷം ഇവരുടെ കൈ കിട്ടിയതിന് ശേഷം നമ്മുടെ ലച്ചു ആകെപ്പാടെ പരിഭ്രാന്തി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കോട്ടും നടക്കുവാണേ. അപ്പം നമ്മുടെ കേശുവും ശിവാനിയും കൂടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുവാട്ടോ. ചേച്ചിക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട്, നമ്മളുടെ അടുത്ത് പറയാൻ പറ്റാത്ത എന്തോ ആണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്. ശേഷം ഇത് ഭവാനി അമ്മൂമ്മയെ അറിയിക്കുന്നുണ്ട്. അപ്പം അമ്മൂമ്മ നമ്മുടെ ലച്ചുവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ ലച്ചു പ്രശ്നം, എന്തിങ്ങനെ വരിക പോലെ നടക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ലച്ചു ഇങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം തന്നെ നമ്മുടെ കേശു കുറിപ്പെടുത്ത് കൈ കൊടുക്കുക. അപ്പോഴത്തേക്കും ലച്ചു അത് വായിക്കുന്നുണ്ട്. അയ്യോ എന്നും പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. അപ്പം എന്താണ്ടൊക്കെ കുറേ പ്രശ്നമുണ്ട്. ലച്ചു ഒന്നും തുറന്ന് പറയുന്നുമില്ല കേട്ടോ. ലാസ്റ്റ് എല്ലാ പാറമട വീട്ടുകാരെല്ലാവരും ഒന്നടങ്കം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുക, എന്താണ് ലച്ചുവിൻ്റെ പ്രശ്നമെന്നും പറഞ്ഞിട്ട്. അപ്പം പാറക്കുട്ടി പറയുന്നുണ്ട്, ഇനി ചേച്ചി വല്ല കൊലപാതകം ചെയ്തോ എന്നുള്ള ഒരു സംശയം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ടേ. എന്തായിരിക്കുമല്ലോ പ്രശ്നം, ഇനി നമ്മുടെ സിദ്ധുവളീനായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ, സിദ്ധുവളീൻ എന്താ വരാത്തെ, സിദ്ധുവളീനെ പറ്റി ഒന്നും പറയുന്നും കൂടിയില്ല കേട്ടോ. ഇനി സിദ്ധുവളീനെ എന്നേക്കുമായിട്ട് നമ്മുടെ പാറമട വീട്ടിൽ നിന്നും പോയതാണോ, എന്താണല്ലേ. കാത്തിരിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.